നമസ്കാരം. JDUവിനെ മത്സരിച്ച് സ്നേഹിച്ച മുന്നണികൾ, സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ജനതാദൾ യുണൈറ്റഡ് UDF വിട്ട് LDFിലേക്കെന്ന് സൂചന. ബീഹാറിലെ മഹാസഖ്യത്തിൽ കോൺഗ്രസും ഉള്ള സ്ഥിതിക്ക് ദേശീയ പാർട്ടിയുടെ രാഷ്ട്രീയ ലൈൻ അനുസരിച്ച് കേരളത്തിൽ രണ്ട് മുന്നണിയിലും നിൽക്കാം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും സ്വീകരിക്കുന്ന പാർട്ടിയുടെ വ്യത്യസ്ത നിലപാടുകളും ഭാവി ബീഹാർ രാഷ്ട്രീയവും കേരള JDUവിനെ തുറച്ചു നോക്കുന്നുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP വിരുദ്ധ രാഷ്ട്രീയ അടിത്തറ ശക്തമാക്കാൻ കേരളത്തിൽ സോഷ്യലിസ്റ്റുകൾ നിൽക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകൾക്കൊപ്പമാണെന്ന് ഒരു തീസിസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ബാക്കിയെല്ലാം എളുപ്പമാവും. വാതിൽ തുറന്ന് LDFും അനുനയവുമായി UDFും രംഗത്ത് വന്നു കഴിഞ്ഞു. മുന്നണി വിട്ട് പുറത്തു വരാൻ തയ്യാറായാൽ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയുമായി ചർച്ച നടത്താൻ CPM സന്നദ്ധമാണ്. എല്ലാരും ചോദിച്ചു നെഞ്ചിലാറാ നിന്റെ പേരാ ഞാൻ ചൊല്ലി നീയാണൻ പഞ്ചസാര. രാഷ്ട്രീയ നിലപാടാണ് പ്രാധാന്യം, സീറ്റല്ല പ്രധാനം. അത് മനസ്സിലാക്കി ഒരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ ജനതാദൾ U കേരളത്തിൽ തയ്യാറുണ്ടോ? എങ്കിലവർ ഐക്യജനാധിപത്യ മുന്നണി വിട്ട് പുറത്തു വരണം. അങ്ങനെ മുന്നണി വിട്ട് പുറത്തു വരാൻ തയ്യാറായാൽ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയുമായി ചർച്ച നടത്താൻ CPM സന്നദ്ധമാണ്. നിങ്ങൾ കഴിഞ്ഞ 5 വർഷം ഇവർ ഒത്തിരി സ്വാഗതം ചെയ്തല്ലോ. 5 കൊല്ലം വല്ലതും നടന്നത് അവിടുന്ന് ഇങ്ങോട്ട് വന്നതാ. ഞങ്ങൾ ജാക്കറ്റ് പഠിച്ചതല്ല, അവർ മുന്നണി ഉപേക്ഷിച്ച് വന്നപ്പം ഞങ്ങൾ സ്വീകരിക്കുക ചെയ്തത്. പക്ഷേ ഒരിക്കൽ പോലും UDFിൽ നിന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമായിട്ടില്ല. അതുകൊണ്ട് അവർ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി നേരത്തെ ഞങ്ങളുടെ മുന്നണിയിൽ ഉണ്ടായിരുന്നൊരു കക്ഷിയാണ്. അവരൊരു സീറ്റ് തർക്കത്തിൻ്റെ പേരിൽ വിട്ടുപോയവരാണ്. ഇപ്പോഴവർക്ക് നിയമസഭയിൽ ഒരു സീറ്റും ഇല്ലാത്ത പാർട്ടിയായിട്ട് മാറി. RSP ഇതുപോലെ തന്നെ വിട്ടുപോയ പാർട്ടിയാണ്. ഇപ്പോൾ രണ്ടു കൂട്ടർക്കും നിയമസഭയിൽ സംപൂജ്യരായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി വിട്ടുപോയിട്ട് സീറ്റ് തർക്കത്തിൻ്റെ പേരിൽ വിട്ടുപോയിട്ടുള്ള ഈ രണ്ട് കക്ഷികൾക്കും അപ്പുറത്ത് പോയിട്ടുള്ള സീറ്റും കൂടി പോയി. എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ 5 വർഷക്കാലം ഇവർ പറഞ്ഞു ഒന്നും നടന്നിട്ടില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇപ്പോഴും ഇത് സംബന്ധിച്ചിടത്തോളം പിന്നെ UDFിൻ്റെ സമീപനം അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ആരും പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തോൽവികളിൽ അസംതൃപ്തിയുള്ള JDU മുന്നണിയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടും പരിഹാരമായില്ല. അപ്പോഴാണ് LDFിൻ്റെ സഖാക്കളെ എന്ന നീട്ടിവിളി പ്രലോഭനമായി മാറുന്നത്. പാർട്ടി ഔദ്യോഗികമായി തീരുമാനമെടുത്തില്ലെങ്കിലും മുന്നണി മാറ്റത്തെക്കുറിച്ച് സൂചന നൽകി ചില നേതാക്കൾ സംസാരിച്ചു തുടങ്ങി. ത്രിതല പഞ്ചായത്ത് സംവിധാനം മുതൽ പാർലമെൻറ്റ് വരെ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പാർലമെൻറ്റ് സീറ്റ് പോയി. 60 കാലഘട്ടം മുതൽ എല്ലാ നിയമനിർമ്മാണ സഭയിലും അംഗമായിരുന്നു നമ്മുടെ പാർട്ടി. ഇപ്പോൾ ഒന്നുമില്ലാത്ത സ്ഥിതിയായി. സഹകരണ മേഖലയിൽ പോലും വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. അതെല്ലാം സമയോചിതമായി പരിഹരിക്കേണ്ട അവസരങ്ങളിൽ പരിഹരിച്ചില്ല. അതല്ല, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇതായിട്ടുള്ള സംഗതികളാണ്. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു JDU അങ്ങനെ ഒരു പരാതി UDFിൽ രഹസ്യമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. UDFിൽ നമ്മുടെ പാർട്ടി വന്നതിൽ പിന്നെ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ആ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെക്കുറിച്ച് വിലയിരുത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. എല്ലാം കൂട്ടായിട്ട് ആലോചിച്ചാണ് കാര്യങ്ങൾ മുമ്പോട്ട് നടക്കുന്നത്. ഇപ്പം JDUവിൻ്റെ ഈ കാര്യം ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ പോലും അവരാരും ഉന്നയിച്ചിട്ടില്ല. ഇനി എന്താണെന്നുള്ളത് അന്വേഷിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ അനിവാര്യമാണ്. അത് ഏത് രൂപത്തിലാണ് എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല.
അതൊക്കെ പിന്നീട് രൂപപ്പെട്ട് വരേണ്ടതാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർക്ക് UDF ഉന്നയിക്കാം. UDFിൻ്റെ ചെയർമാൻ ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയോട് പറയാം. അത് ഒന്നുകിൽ UDF ചർച്ച ചെയ്യും, അല്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ച നടക്കും. അതിന് എന്നും ഒരു തുറന്ന മനസ്സാണ് കോൺഗ്രസ് കാട്ടിയിട്ടുള്ളത്. നെഞ്ചിലാറാ എല്ലാരും ചോദിച്ചു നെഞ്ചിലാറാ നിന്റെ പേരാ ഞാൻ ചൊല്ലി നീയാണ് പഞ്ചസാര. നടൻ ദിലീപിൻ്റെ തെളിവെടുപ്പ് യാത്ര 2ാം ദിവസവും ജനം കൂവി വിളിച്ച് ആഘോഷമാക്കി. ദിലീപ് ചിത്രത്തിൻ്റെ റിലീസിന് പോലും വരാത്ത ആൾക്കൂട്ടമാണ് നടൻ്റെ വീഴ്ച കാണാൻ എത്തുന്നത്. ഇതാണ് ആൾക്കൂട്ട മനഃശാസ്ത്രമെന്ന് കുറ്റപ്പെടുത്താനുമാവില്ല. വഞ്ചിക്കപ്പെട്ട ആരാധകരുടെ കൂക്കുവിളിയാണിത്. പോലീസിൻ്റെ തെളിവുകളെല്ലാം നിലനിൽക്കുന്നതല്ലെന്നും ആൾ പുഷ്പം പോലെ പുറത്തു വരുമെന്നാണ് നടൻ്റെ സഹോദരൻ്റെ ഉൾപ്പെടെ പ്രതീക്ഷ. കൂടുതൽ പേരെ ചോദ്യം ചെയ്ത് ജാഗ്രതയോടെ പോലീസും. ഇതൊന്നും സത്യമല്ല, ഇതെല്ലാം ചമച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ പറയട്ടെ, സിനിമ വെല്ലുന്ന സ്ക്രിപ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചു വരും, തെളിയിക്കും. സത്യം ദൈവമൊക്കെ ഉണ്ടെങ്കിൽ വരും. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് നമ്മുടെ സത്യം തെളിയുമ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ നിന്നാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ വിശ്വസിക്കാൻ നിങ്ങളൊക്കെ. കാരണം വെച്ചാൽ ഇത്രയും ഒരാളെ പാടില്ല. വീര തെളിവില്ല, 100% തെളിവില്ല. ഇത് സംശയം, അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അവിടെയുണ്ട്, ടവറിൻ്റെ ഇതൊന്നുമല്ല. ഇത് കെട്ടിച്ചമച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ പുറകിൽ ആളുണ്ട്. അത് നിങ്ങൾ വരും. അപ്പം നിങ്ങൾ നമ്മളെ അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് തെളിവ് വക്കീലും കാര്യങ്ങളായിട്ട് കേസ് പോകുമ്പോൾ വരും. എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, ഇത് എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. ഇത് ട്രാപ്പാണ്, ബിഗ് ട്രാപ്പ്. ഇതെല്ലാവർക്കും വരും. ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നത് ദിലീപല്ല, ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന. അത് ഉഗ്രം ഗൂഢാലോചനയാണ്. സ്ക്രിപ്റ്റ് സിനിമ വെല്ലുന്ന സ്ക്രിപ്റ്റാണ് നടന്നിരിക്കുന്നത്. ചങ്ങലകളാകുമ്പോൾ എത്ര ഭാവുകങ്ങൾ മുന്നിലെത്തും ഘട്ടങ്ങൾ. ചേരും കണ്ണികൾ നാം ചങ്ങലകളാകുമ്പോൾ എത്ര ഭാവുകങ്ങൾ മുന്നിലെത്തും ഘട്ടങ്ങൾ. ദിലീപിനെ പിന്തുണച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിൽ നടിയുടെ പേര് പരാമർശിച്ച നടൻ അജു വർഗീസ് പുലിവാലി പിടിച്ചു. ലൈംഗിക അതിക്രമ കേസുകളിൽ പീഡിപ്പിക്കപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നത് നിയമവിരുദ്ധമാണ്. പോസ്റ്റ് അജു വർഗീസ് പിൻവലിച്ചെങ്കിലും കേസ് തന്നെ.
കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ, എനിക്കു നീ മാപ്പു തരൂ. എന്നെ വിളിപ്പിച്ചത് മൊഴിയെടുക്കാനാണ്. അന്ന് ഞാൻ ആ പേരുപയോഗിച്ചു. അതിന് നമ്മൾ തന്നെയാണ് അന്ന് ഞാൻ ഒരു തിരുത്ത് അറിയിച്ചു, ഫേസ്ബുക്കിൽ അറിയിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രൊസീഡിങ്സ് അവർ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ നമ്മൾ അന്ന് ചാനലിൽ പറഞ്ഞല്ലോ. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. ഒഫൻസ് നമുക്ക് പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഖേദം പ്രകടിപ്പിക്കുന്നത് നിയമപരമായി നിൽക്കുന്ന കാര്യമല്ലല്ലോ, അത് കോടതി പരിഗണിക്കേണ്ട വിഷയമാണ്. ഇതിലേക്ക് ആളെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അയാളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിന് ഈ മെറ്റീരിയൽ ഒബ്ജക്റ്റ് നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആ ഫോൺ സീസ് ചെയ്തിട്ടുണ്ട്. അതെ, നിനക്ക് എന്നോടൊരു വിശ്വാസക്കുറവുണ്ട്, അത് മാറണം. പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഒരിക്കലും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. നിന്നെ തിരിച്ചറിയാൻ വൈകിപ്പോയി സുഹൃത്തെ, ക്ഷമിക്കണം. അത് ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടന്റ് പിന്നെ എടുത്തതിന് ശേഷം അത് സയന്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തതിന് ശേഷം അറസ്റ്റ് നടപടികളുണ്ട്. ഈ തിരിച്ചറിവ് നിന്നെ ഉന്നതിയിലെത്തിക്കും. അവരെന്നെ ചെക്ക് പോസ്റ്റ് വെച്ച് പിടിച്ചപ്പം രക്ഷപ്പെടുത്താൻ നീ വന്നില്ല. ഇതിൽ അയാൾ അബദ്ധവശാൽ ചെയ്തതാണെന്നുള്ള ഒരു അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്തതാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ നമുക്ക് ഹാജരാക്കി തന്നിട്ടുണ്ട്, അത് നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ചെയ്തതിലുള്ള മെറ്റീരിയൽ ഒബ്ജക്റ്റ് നമ്മൾ റിട്രീവ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അതെടുത്തതിന് ശേഷം അറസ്റ്റ് അതുപോലുള്ള നടപടികൾ നിന്നെ ഞാൻ ഇങ്ങോട്ട് പൊക്കും. എന്തിനാന്ന് മനസ്സിലായ? അവിടുത്തെ ജയിലിൽ കിടക്കാനല്ലേ? അല്ലടാ, ഇവിടുത്തെ എന്റെ ബിസിനസ് പാർട്ട്ണറാക്കാൻ. അളിയ, നിന്നിലെ നന്മ ഞാൻ പൂർണ്ണമായിട്ടും കണ്ടിട്ടില്ലടാ. അതൊന്നും കാണിക്കാൻ ഇപ്പൊ എനിക്ക് സമയമില്ല. നടൻ കമലഹാസൻ ചെന്നൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും നടിയുടെ പേര് അറിയാതെ പറഞ്ഞുപോയി. വാർത്താ ലേഖകർ അത് ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടിക്ക് പിന്തുണ അറിയിച്ച കമലഹാസൻ തിരുത്താനും തയ്യാറായില്ല. Why safety of female in cinema industry alone? The safety of you, if you think you are a female in this crowd, is important to me. I will not let anything happen to you. Most of us or all of us will not allow it. It's our duty to see that you go out safely. Every man here worth his salt will say that it is his duty. So it is not about actresses. We are not supporting. She's an actress. Huh? No, doesn't matter. You have put the name. No. In Malayalam movie industry, no. No, I'm talking to this forum. Why not the name? Let it come. Don't hide that name. There's nothing wrong with it. If you want to call her Draupadi, call her Draupadi. Don't call her by a female. There's nothing wrong with that. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. പ്രതിനായകനായി മാറിയ നായകനെതിരെ പഴയ നായിക. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാനും പാടില്ല, ഒരു അപരാധിയും രക്ഷപ്പെടാനും പാടില്ല. ഇനി ഒരിക്കലും എന്റെ കൺമുമ്പിൽ വരരുത്. അവളുടെ സത്യസന്ധത മുറുകെ പിടിച്ച് അവള് നിന്നു. സോ എത്ര നല്ല ആൾക്കാരാണ് നിന്റെ വീട്ടുകാരി. നീ എങ്ങനെ ആ കുടുംബത്തിൽ പിറന്നടാ?